ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ പഴവും ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള എന്ന വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കൊച്ചു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചെരുകിയത്, ഇത് ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കാൻ, കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാൻ തേങ്ങ 1 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് ശർക്കരയുടെ പൊടിയാണ്. അങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട് ശർക്കരയുടെ പൊടി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഉരുക്കിയിട്ട് അരിച്ചിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ശർക്കര ചീകിയിട്ടാണെങ്കിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ജാഗരി പൗഡർ എന്ന് പറഞ്ഞ് കിട്ടുന്നത് കൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ഏലയ്ക്ക ചെറുതായിട്ടൊന്ന് അതിൻ്റെ കുരു ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതെല്ലാം നിങ്ങൾ ശർക്കര ചീകിയിട്ടാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഞരടി തന്നെ അത് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് 1 പഴം, ഇത് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റോബസ്റ്റ പഴം പോലത്തെ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പാളയംകോടൻ പഴം ഏതാണെങ്കിലും കുഴപ്പമില്ല. അത് പഴുത്തതാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ചില പഴങ്ങളൊക്കെ ഒത്തിരി പഴുത്തിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യും എന്ന് ഓർത്തിരിക്കുന്ന പഴങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് ഉടയ്ക്കാൻ നോക്കി, പക്ഷേ പിന്നീട് എനിക്ക് കുറച്ചും കൂടെ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത് കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പഴവും അതൊക്കെ നന്നായിട്ട് ഞെരടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫില്ലിംഗ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഇതിനകത്ത് നട്ട്സ് ഒക്കെ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ, അതായത് ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, ഇത്രയും ചേർക്കുന്നുള്ളൂ. ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒത്തിരി നേരം മാറ്റി വയ്ക്കാനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ ഒരു മിക്സ്, നമുക്കൊരു മാവ് തയ്യാറാക്കണം. അത് ആദ്യം തയ്യാറാക്കിയിട്ട് പിന്നീട് പഴത്തിൻ്റെ മിക്സ് തയ്യാറാക്കിയാൽ മതി. അല്ലെങ്കിൽ ഒത്തിരി നേരം ഇരിക്കുമ്പോൾ പഴം ചിലപ്പോൾ കറുത്തു പോകും. ഇനി നമുക്കിതിന് വേണ്ടി മാവിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ, അതുപോലെ കുറച്ച് എള്ള്, ഇത് കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ്, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ സാധാരണ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇന്ന് ഇപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി തീർന്നിരിക്കുന്നത് കൊണ്ടാണ് മൈദ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, വെള്ളത്തിനൊരു കണക്കൊന്നും പറയുന്നില്ല, കാരണം ഓരോ പൊടിക്കും ഓരോ ഇതനുസരിച്ചിട്ടാണ് വെള്ളത്തിൻ്റെ അളവ് വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ടാണ് ഇത്. നമുക്ക് ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ടാണ് ഇത് ഒരു ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന കണക്കൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. അതിങ്ങനെ തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനത് മാറ്റി വെക്കുന്നൊന്നുമില്ല, ഇപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പം നമുക്കിനി ഒരു കിച്ചൻ്റെ വർക്ക് ടോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ ഞാനൊരു കട്ടറാണ് എടുത്തിരിക്കുന്നത്, വെജിറ്റബിൾ കട്ടർ. അത് എടുത്തിട്ടുണ്ട്. അതിൽ മേലെ കുറച്ച് പൊടി ഒന്ന് വെതറി കൊടുക്കുക. അത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് 2ആയിട്ട് ഞാനൊന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം. ഒത്തിരി കനം കുറച്ച് പരത്തരുത്, അത്യാവശ്യം കട്ടി വേണം ഇത് പരത്തുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ, കാരണം ഇതിനകത്ത് നമ്മൾ ഫില്ലിംഗ് വെക്കാൻ പോകുന്നുണ്ടല്ലോ, ഒത്തിരി കനം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫില്ലിംഗ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ, ഒത്തിരിയല്ല കുറച്ച് കട്ടിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് കാണിക്കാം. അങ്ങനെ ഞാനത് പരത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത്, നമുക്കിതൊരു കട്ടർ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ റൗണ്ട് ആയിട്ടുള്ള ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഷേപ്പും അത്തരത്തിലുള്ളതാണ്. ഒരു ഹാഫ് മൂൺ പോലെ ഒക്കെയാണ് അതിനെ പറയുക. അപ്പോൾ ആ രീതിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 3 എണ്ണമാണ് എനിക്ക് ഈ ഒരു ഷീറ്റിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഷീറ്റ് എടുത്ത് മാറ്റാം, അതിൻ്റെ ഈ ഒരു ഭാഗം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് എത്ര എണ്ണമാണ് കിട്ടുന്നത് എന്നനുസരിച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി
ചെയ്യാനുള്ളത് ആദ്യം ഈ ഒരു വട്ടം ഒരു റൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പഴത്തിൻ്റെയും ശർക്കരയുടെയും മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കുന്ന വട്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് ഇതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്യുക, നടുവിലൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ നടുവേ ഒന്ന് മടക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇതിന് വേണ്ടി നമുക്ക് വേറൊരു പശവോ അല്ലെങ്കിൽ സ്ലറിയോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിച്ചി കൊടുത്താൽ മതി. പിന്നെ കുറച്ചൊരു കാണാനൊക്കെ ഒരു ഭംഗിക്കും ഒരു ഡിസൈനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫോർക്ക് ഉണ്ടല്ലോ, നമ്മൾ ആ ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വര പോലെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഇനി നിങ്ങൾ മോമോസ് ഒക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ നമുക്കിത് മടക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ഇച്ചിരി സമയം എടുക്കുന്നത് കൊണ്ട് ഞാൻ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് സൈഡിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം, അതുപോലെ ഫില്ല് ചെയ്ത് ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് ഡിസൈൻ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഓരോന്നോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് കൂടുതൽ എണ്ണ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് ഇടുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുകയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിതായി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ കളറൊക്കെ പതുക്കെ മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരും. ഇതുപോലെ നമ്മൾ എഗ് പഫ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള ഒരു മുരിച്ചിൽ പോലത്തെ ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ വരുമ്പം നമുക്കിത് വറുത്ത് കോരാം. അങ്ങനെ നമ്മുടെ ഒരു പാത്രത്തിനകത്തോട്ട് ഈ ഒരു സ്നാക്ക് ഞാൻ വറുത്ത് മാറ്റുന്നുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു കിച്ചൺ ടവലിലാണ് ഇത് ഇട്ടിരുന്നത്. ഇതിലത്തെ എക്സ്ട്രാ വരുന്ന എണ്ണ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് ആ ശർക്കരയുടെ പഴം കൂടിയുള്ള ഫില്ലിങ്, തേങ്ങ ഇതൊക്കെ ചേർത്ത് എക്സ്ട്രാ ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള എപ്പോഴും ഉണ്ടാവുന്ന കൊച്ചു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.